ചങ്ങായിമാരെ നമ്മളെ നാട്ടിലെ സംഖ്യയിലുണ്ടല്ല ഒരു പുതിയ ഉടായ്പ പരിപാടി ആദ്യം ഇറങ്ങിയിട്ടുണ്ട്. ആ ഉടായ്പ പരിപാടി വേറെ ഒന്നുമല്ല, നമ്മുടെ മോഹൻലാലിന്റെ മകള് വിസ്മയ മോഹൻലാലിന്റെ ഒരു പുതിയ സിനിമ ഇറങ്ങുന്നുണ്ടല്ല തുടക്കം. ആ സിനിമയുള്ള എങ്ങനെയെങ്കിലും ഇവർക്ക് പരാജയപ്പെടുത്തണം. അതായത് ആ സിനിമ എങ്ങനെയെങ്കിലും നമ്മളെ ചാണക സംഖ്യക്ക് പൊളിച്ചെടുക്കണം. അതിനുവേണ്ടി ചാണക സംഖ്യയിലുണ്ടല്ല പരമാവധി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നുണ്ട്. വിസ്മയ മോഹൻലാലിന്റെ ആ സിനിമയിലുള്ള സംഖ്യകളൊക്കെ കൂടി തകർക്കാൻ നോക്കുന്നതിന്റെ ഉദ്ദേശം കാരണം എന്താ നിങ്ങൾക്ക് അറിയാലോ? ആ പെൺകുട്ടി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി BJP സർക്കാരിനെതിരെ നട്ടലോടുകൂടി ഒരു അഭിപ്രായം പറഞ്ഞു. അതാണ് ചാണക സംഖ്യയുടെ കുരുണ്ടല്ല നല്ലോണം പൊട്ടിച്ചത്. അന്ന് അഭിപ്രായം പറഞ്ഞതിന് ശേഷമുള്ള ചാണക സംഖ്യ അന്ന് തുടങ്ങിയതാണ് വിസ്മയ മോഹൻലാലിനെയും മോഹൻലാലിന്റെ ഭാര്യനെയും എല്ലാരെയും കൂടിയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള സൈബർ ആക്രമണം. അതൊക്കെ കഴിഞ്ഞ് ഏകദേശം എല്ലാം ഒന്ന് അടങ്ങി വരുമ്പോഴല്ല ഇന്നലെ ഉണ്ടല്ലോ ഒരു ഇന്റർവ്യൂല് മോഹൻലാലും മോഹൻലാലിന്റെ മകളും മോഹൻലാലിന്റെ ഭാര്യ ഉണ്ടല്ല അന്നത്തെ അഭിപ്രായം ഉണ്ടല്ല ആ അഭിപ്രായം തന്നെ വീണ്ടും ഉറച്ചു നിന്ന്. അതിന്റെ കൂടെ മോഹൻലാൽ വേറൊരു കാര്യം കൂടി പറഞ്ഞു. ഈ തെറി വിളിക്കുന്നത് മോഹൻലാലിന്റെ മകളെ തെറി വിളിക്കുന്നുണ്ടല്ല മുഖമില്ലാത്ത വൃത്തികെട്ട ജന്മെന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ടല്ല മോഹൻലാൽ പറഞ്ഞു. അതും കൂടി ആയപ്പോ നമ്മളാണുള്ള സംഖ്യയുടെ കുരു ഉണ്ടല്ല ആദ്യം പൊട്ടിയ കുരു വീണ്ടും നല്ലോണം പൊട്ടി. അങ്ങനെ കുരുപൊട്ടിയ സംഖ്യക്ക് വേണ്ടി സംഖ്യയുടെ എല്ലാമായി നമ്മളെ ഭാരതീയനല്ലേ പാകിസ്ഥാന് മനസ്സായിട്ട് നടക്കുന്ന നമ്മളെ ഭാരതീയനുണ്ടല്ല കുരുപൊട്ടിക്കൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ? വാ. നമ്മുടെ ലാലേട്ടൻ പറയാണ് മുഖമില്ലാത്ത ആളുകൾ വന്ന് ഓരോന്ന് പറയലെന്ന്. സ്വന്തം മോളുടെ സിനിമ പ്രൊമോഷന് വേണ്ടി വേദിയിലെത്തിയ ലാലേട്ടനും ലാലേട്ടന്റെ സഹധർമ്മിണിയും മകൾക്ക് വന്ന വിമർശനങ്ങളെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്. മകൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. പൊന്നു ലാലേട്ട, ആദ്യം തന്നെ പറയട്ടെ, മുഖമില്ലാത്ത ആളുകളല്ല നിങ്ങളുടെയും നിങ്ങളുടെ മക്കളുടെയും അഭിപ്രായങ്ങളെ വിമർശിക്കുന്നത്. കൃത്യമായ മുഖവും പേരും അഡ്രസ്സും മുഴുവനായുള്ള ആളുകൾ നേരെ നിന്ന് പിഴവുണ്ടെങ്കിൽ പിഴവുണ്ട് എന്ന് തന്നെ പറയും. അത് മോഹൻലാൽ ആയാലും മോഹൻലാലിന്റെ മകളായാലും ഒരുപോലെ തന്നെ. എടം മരപ്പൊട്ടൻ ചാണകസംഖി, നീ ഇപ്പൊ പറഞ്ഞ കാര്യമില്ലേ ആ കാര്യം തന്നെ മോഹൻലാലിന്റെ മകളായ വിസ്മയ മോഹൻലാലും പറഞ്ഞിട്ടുള്ളത്. BJP ഗവൺമെന്റ് ആ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളോട് ചെയ്ത ചെറ്റത്തരമുണ്ടല്ല അത് ചെറ്റത്തരം തന്നെയാണെന്ന് ഒരു പേടിയും കൂടാതെ ആ പെൺകുട്ടി ഉണ്ടല്ല ആ പെൺകുട്ടി തുറന്നങ്ങ് പറഞ്ഞു. അതായത് ചെറ്റത്തരം ചെയ്യുന്നത് ആരായാലും BJP ആയാലും രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ആയാലും എന്തിന് നിന്റെ തന്തയായാലുണ്ടല്ല ആ പെൺകുട്ടി ഉണ്ടല്ല ധൈര്യത്തോടെ നട്ടലോടെ അഭിപ്രായം പറയും. അതാണ് ആ പെൺകുട്ടി പറഞ്ഞത്. അതിന് നീ നിന്റെ ചാണകസംഖ്യകളും എത്ര കുരു പൊട്ടിട്ടുണ്ടല്ല ഒരു കാര്യമില്ല. കുരു പൊട്ടുന്നത് നിങ്ങൾക്ക് മാത്രം നഷ്ടം, അത്രേ ഉള്ളൂ. പിന്നെ നീ പറഞ്ഞു മോഹൻലാലിന്റെ മകളെ വിമർശിക്കുന്നവരൊക്കെ മുഖമുണ്ട്, നല്ല മുഖമുണ്ടെന്ന്. അതേ ആ പെൺകുട്ടിയെ തെറി വിളിക്കുന്നവർക്കൊക്കെ ഉണ്ടല്ലോ മുഖമുണ്ട്. എന്താണ് മുഖം എന്നറിയാം? ഒന്നെങ്കിലും ഉണ്ടല്ല അയ്യപ്പന്റെ മുഖം, അല്ലെങ്കിൽ ഉണ്ടല്ല ഗുരുവായൂരപ്പന്റെ മുഖം, അതുപോലെ ഉണ്ടല്ല ശ്രീരാമന്റെ മുഖം, ശ്രീകൃഷ്ണന്റെ മുഖം. ഇതൊക്കെയാണ് ആ തെറി വിളിക്കുന്ന സംഖ്യക്കുള്ള ഏക മുഖം. അതായത് ഇങ്ങനെയുള്ള ദൈവത്തിന്റെ ഫോട്ടോ വെച്ചിട്ടാണ് ആ പെൺകുട്ടി ഉണ്ടല്ല കേട്ടാൽ അറക്കുന്ന അത്രയും ലൈംഗിക വൈകൃതമുള്ള തെറികളുണ്ടല്ല നിങ്ങൾ ചാണക സംഖ്യകൾ വിളിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇത്രയും കാലം ഉണ്ടല്ല ലാലേട്ടനെ പൊക്കി പിടിച്ച് നടന്ന ചാണക സംഖ്യണ്ടല്ല ഒരു കാര്യം ലാലേട്ടന്റെ മോളുണ്ടല്ല ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ മുകളിൽ മോഹൻലാലിനെ ഇപ്പൊ ആരാക്കി? മോഹൻലാലിനെ രാജ്യദ്രോഹി വരെ ആക്കി കളഞ്ഞു. ഇജ്ജാതി മലവാണങ്ങളുണ്ടല്ല ലോകത്തിൽ ഈ സംഖ്യകളെ പോലെ ഇജ്ജാതി മലവാണങ്ങൾ വേറെ ആരും ഉണ്ടാവില്ല. എന്തായാലും നമുക്ക് ഈ വാണസംഖ്യ ഉണ്ടല്ല ഈ ഭാരതീയ ഇവരുള്ള ഈ വാണസംഖ്യ അടുത്തതായിട്ട് പറഞ്ഞ അഭിപ്രായം ഉണ്ടല്ല അതും കൂടി ഒന്ന് കേട്ടിട്ട് വരാം. മറച്ചിരുന്നുകൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ പറയാറില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നേരെ നിന്ന് പറയാൻ മോഹൻലാലിനെയോ മോഹൻലാലിന്റെ മക്കളെയോ ഇവിടെ ആർക്കും ഭയമില്ല. അതുകൊണ്ട് വിമർശിക്കുന്നവർ മുഴുവൻ ഫേക്ക് ഐഡിയാണ്, കമ്പ്യൂട്ടറിന് പുറകിൽ മറഞ്ഞിരിക്കുകയാണ് എന്ന ഉമ്മാക്കിയൊന്നും വേണ്ട. ഇനിയിപ്പം മുഖത്ത് നോക്കി പറയാനൊരു സാഹചര്യം കിട്ടിയ സന്ദർഭം അതാണെങ്കിൽ പറയും. നമ്മുടെ ലാലേട്ടന്റെ പൊണ്ടാട്ടി പറഞ്ഞ പോലെ നിങ്ങളുടെ മകൾക്ക് എന്തും പറയാനുള്ള അവകാശം ഉള്ളതുപോലെ തന്നെ മകൾ പബ്ലിക്കായി പറഞ്ഞ ഒരു സെൻസിറ്റീവ് കാര്യത്തെ തെറ്റാണ്, ശരിയാണ്, അവസരവാദമാണ്, മുൻധാരണയാണ് എന്നെല്ലാം വിലയിരുത്താനും അതേപോലെ മറുപടി പറയാനും ഇത് കണ്ടും കേട്ടും നിൽക്കുന്ന ഏതൊരുവനും അവകാശമുണ്ട്. അവരെയൊക്കെ ഭാര്യയും ഭർത്താവും കൂടി ഇരുന്ന് എന്തെങ്കിലും പറയുന്നവർ എന്തെല്ലാമോ ആരോപിക്കുന്നവർ എന്നൊക്കെ പറഞ്ഞ് ലേബൽ ഒട്ടിച്ച് വിടണ്ട. അല്ല അതൊക്കെ പോട്ടെ, അവർ തൽക്കാലം മോളുടെ പ്രൊമോഷനൊക്കെ നടക്കട്ടെ. പടം എന്നാ ലാലേട്ട റിലീസ് ഹിറ്റാവൂ, കാണാം, കാണിക്കാം. നീയൊക്കെ എന്ത് കാണിക്കാനാണ് ചാണകസംഖ്യ? നീയൊക്കെ ഉണ്ടല്ല എമ്പുരാൻ സിനിമ വിവാദമായപ്പോഴല്ല ആ സിനിമ ഇനി ഓടാൻ വിടില്ല. ആ സിനിമയുള്ള കേരളത്തിൽ നമ്മൾ അടിച്ചോടിക്കുന്ന പറഞ്ഞിട്ടില്ല. ആ എമ്പുരാൻ സിനിമ ഉണ്ടല്ല മലയാളം കണ്ട കേരളം കണ്ട നമ്പർ വൺ സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ടല്ല മലയാളികൾ മാറ്റിയിട്ടുണ്ട്. അതായത് കേരളത്തിലെ നമ്പർ 1 കളക്ഷനുള്ള സിനിമയാക്കിയിട്ട് ആ സിനിമ മാറ്റാൻ കാരണം ഉണ്ടല്ല നിങ്ങൾ ചാണകസംഖ്യകളാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സംഖ്യയിലുണ്ടല്ല സൂപ്പർ ഹിറ്റ് ആക്കുന്നു പറഞ്ഞിട്ട് 2 സിനിമയുള്ള മലയാളത്തിൽ വന്നിന്. അത് ഏതൊക്കെയാണെന്നറിയാം? കേരള സ്റ്റോറിയും കേരള സ്റ്റോറി 2ഉം. ആ 2 സിനിമയുള്ള 2ാമത്തെ ദിവസം കാണാൻ ആൾക്കാരില്ലാത്തതുകൊണ്ട് കണ്ടം വഴി കേരളം ഓടി. അതുകൊണ്ട് ചാണകസംഖ്യയിലെ നിങ്ങൾ ഓടിക്കൂല എന്ന് പറഞ്ഞ സിനിമയില്ല കേരളത്തിൽ സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓടും. നിങ്ങൾ ഓടിക്കുന്നു പറഞ്ഞ സിനിമയില്ല ആ സിനിമ ഈ ഇടുന്നുണ്ടല്ല 2ാമത്തെ ദിവസം കണ്ടം വഴി ഓടും. അതുകൊണ്ട് നീയൊക്കെയുണ്ടല്ല സിനിമ കാണൂല എന്ന് പറയുമ്പോഴല്ല അത് കേട്ടിട്ട് 10 മടങ്ങ് ആൾക്കാരുണ്ടല്ല ആ സിനിമ കാണുന്നു പറയും ചെയ്യും, ആ സിനിമയില്ല കാണുകയും ചെയ്യും. അതുകൊണ്ട് ചാണകസംഖ്യ വെറുതെ ഉണ്ടല്ലോ ഇങ്ങനെ വെല്ലുവിളിച്ച് സ്വയം എന്തിനാ നാണം കെടാൻ നിൽക്കുന്നത്? ഇത് കഴിഞ്ഞിട്ട് ഈ ചാണകസംഖ്യയുടെ വേറൊരു വെല്ലുവിളി ഉണ്ട്. അതെന്താ പറയാ? ടൊവിനോന്റെ സിനിമയില്ല, ടൊവിനോ തോമസിന്റെ സിനിമയില്ല ഇനി കേരളത്തിൽ ഓട്ടിക്കൂലെന്നാണ് ഈ ചാണകസംഖ്യയുടെ പുതിയ വെല്ലുവിളി. എനിക്ക് പറയാനുള്ളത് ടൊവിനോ തോമസെ മോഹൻലാലിന്റെ മകള് വിസ്മയ മോഹൻലാലെ നിങ്ങളതുണ്ടല്ല ബെസ്റ്റ് സമയാട്ടാ. നിങ്ങളുടെ പടം ഉണ്ടല്ല ഇനി എത്ര കൊള്ളില്ലെങ്കിലും എത്ര മോശം കണ്ടില്ല ആ സിനിമ കണ്ടില്ല സൂപ്പർ ഹിറ്റാണ്, കേരളത്തിൽ സൂപ്പർ ഹിറ്റാണ്. അതുകൊണ്ട് ഭാരതീയ ചാണകസംഖ്യ നീ റെഡിയായിരുന്നോ? മോഹൻലാലിന്റെ മകള് വിസ്മയ മോഹൻലാലിന്റെ സിനിമയുണ്ടല്ല
സിനിമയുണ്ടല്ല മലയാളികൾ സൂപ്പർ ഹിറ്റ് ആക്കുന്നത് കാണാൻ വേണ്ടി നീ നോക്കിയിരുന്നു. അങ്ങനെ മലയാളികൾ ആ സിനിമയുണ്ടല്ല സൂപ്പർ ഹിറ്റ് ആകുമ്പോ നാണം കെട്ട് കണ്ണം വഴി ഓടാനുണ്ടല്ല നീ റെഡി ആയിരുന്നു. ഇനി നമുക്ക് അടുത്തതായിട്ടുണ്ടല്ല വേറൊരു ചാണക സംഗിനിയുടെ ഒരു കുലസി സംഗിനിയുടെ കുരു ഉണ്ടല്ല, ആ കുരും കൂടി പൊട്ടിയിട്ടുണ്ട്. അദീന ഭാരതിയുടെ കുരു. ആ കുരുപൊട്ടലും കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വന്നാലോ. മോഹൻലാലിന്റെ മകള് കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയ സമയത്ത് അവർക്കെതിരെ ഉണ്ടായ വിമർശനങ്ങളെ സൈബർ ആക്രമണമെന്നും സ്വന്തം അഭിപ്രായം തുറന്നു പറഞ്ഞ പേളിമണിക്കെതിരെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അവരുടെ ചെറിയ 2 പിഞ്ച് പെൺകുട്ടികൾക്കെതിരെ പോലും നടത്തുന്ന വളരെ ഭീകരമായിട്ടുള്ള സൈബർ ആക്രമണങ്ങളെ വിമർശനം എന്നും ചിത്രീകരിക്കുന്ന മനോരമ പോലുള്ള കേരളത്തിലെ മാധ്യമങ്ങളുടെ മാധ്യമധർമ്മമാണ് നിങ്ങൾ കാണുന്നത്. ഇന്നീ നിമിഷം വരെ കേരളത്തിൽ നടക്കുന്ന ഒരു അഴിമതിക്കെതിരെയോ ഒരു അനീതിക്കെതിരെയോ പോലും ജീവിതത്തിൽ ഒരിക്കൽ പോലും വാ തുറന്നും ഇണ്ടാത്ത കേരളത്തിലെ സാംസ്കാരിക നായകൾ, കേന്ദ്രത്തിലോ നോർത്തിലോ എന്തെങ്കിലും നടന്ന അപ്പോഴത്തേക്ക് ഇവിടുന്ന് മുണ്ട് മുക്കി ഓടുന്ന ആളുകൾ, അവർ പേളിമണി സ്വന്തം അഭിപ്രായം പറഞ്ഞ സമയത്ത് അവരോട് എത്ര മോശമായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. എവിടെ പോയി നിങ്ങളുടെ സ്വാതന്ത്ര്യം? എവിടെ പോയി നിങ്ങളുടെ ജനാധിപത്യം? എവിടെ പോയി നിങ്ങളുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് സ്പീച്ച്? നിങ്ങളുടെ അയ്യോ, ഫ്രീഡം ഓഫ് സ്പീച്ചിന്റെ കാര്യമൊക്കെ പറഞ്ഞ ഇവളുടെ പാർട്ടിയാണ് അഭിപ്രായം പറഞ്ഞതിന്റെ മുകളിലുണ്ടല്ല ടൊവിനോ തോമസിന്റെ വീടിന് മുന്നിൽ പോയിട്ട് ജോറൻ പ്രതിഷേധം നടത്തിയത്. അതും പോട്ടെ, ഏതോ ഒരു സിനിമയിൽ കാവി ജെട്ടി ധരിച്ചതിന്റെ പേരിൽ നമ്മളെ ദീപിക പതുക്കൊണ്ടില്ല ആ ജെട്ടി മാനിയില്ലെങ്കിൽ നിന്നെ കൊല്ലുന്ന പറഞ്ഞ ടീമാണ് ഇവളിപ്പോ വെളുപ്പിയൊക്കെ നോക്കുന്ന ഇവളുടെ ചാണക സംഖ്യ ടീം. അങ്ങനെയുള്ള ഇവളൊക്കെ വന്നിട്ടാണ് ഫ്രീഡം ഓഫ് സ്പീച്ചിന്റെ കാര്യമൊക്കെ പറയുന്നത്. എന്റെ ചാണക സംഖ്യണി ഇജാതി കോമഡി ഇട്ടില്ല, ഇജാതി കോമഡി ഒന്നും പറഞ്ഞിട്ടോ നീ. പിന്നെ നീ പറഞ്ഞു പേർലിമാണി അഭിപ്രായം പറഞ്ഞതിന് അവളുടെ കുട്ടികളുണ്ടല്ല പിഞ്ചു കുട്ടികളെ ആരൊക്കെ തെറി വിളിച്ചിരുന്നു. അങ്ങനെ പേർലിമാണിയുടെ കുട്ടികൾ ആരെങ്കിലും തെറി വിളിക്കുന്നുണ്ട് ഒരു തെളിവ് നീ കാണിച്ചു തരാൻ പറ്റുമോ എന്റെ കുലസി സംഘിണി? ഇങ്ങനെ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പച്ച കള്ളം പറയാൻ പറ്റി ലേശം പോലെ ഉളുപ്പ് നാണുമോ അല്ലാണ്ട് ഇപ്പോലോ എന്നെ കുലസി സംഘിണി. നേരെ മറിച്ച് മോഹൻലാലിനെയും മോഹൻലാലിന്റെ ഭാര്യനെയും മോഹൻലാലിന്റെ മകളെയും ടൊവിനോ തോമസിനെയും എന്നിട്ട് ടൊവിനോ തോമസിന്റെ മക്കളെ ഉണ്ടല്ല മക്കളെ അടക്കം വൃത്തികെട്ട രീതിയിൽ തെറി പറഞ്ഞ ഒരുപാട് ചാണക സംഖ്യകളുണ്ട്. അങ്ങനെ ചാണക സംഖ്യ വിളിച്ച തെറിനെ തെളിവുണ്ടല്ല, ആ തെളിവ് വേണമെങ്കിൽ ഞാൻ നിനക്ക് കാണിച്ചു തരാം. അതുകൊണ്ട് കുട്ടികളെ തെറി വിളിച്ചതിന്റെ കാര്യം പറഞ്ഞ് നീ വരുമുണ്ടല്ല അത് ആരാണെന്ന്, അത് നിന്റെ കൂട്ടത്തിലുള്ള സംഖ്യയാണെന്നുള്ള കാര്യം കൂടി ഉണ്ടല്ല, അതുകൂടി നീ മനസ്സിലാക്കും. പിന്നെ വേറൊരു കാര്യം കൂടി, നീ ഉണ്ടല്ല മോഹൻലാലിന്റെ മകളുടെ അഭിപ്രായം നിന്റെ പേർലിമാണി പറഞ്ഞ അഭിപ്രായം ഉണ്ടല്ല, ആ രണ്ടഭിപ്രായം ഉണ്ടല്ലോ ഒരു തുലാസിൽ തൂക്കാൻ നിൽക്കില്ല കേട്ടോ. മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ ഉണ്ടല്ല അന്ന് പറഞ്ഞ അഭിപ്രായം ഉണ്ടല്ല, ആ അഭിപ്രായം ഉണ്ടല്ല ഒരു ഇഞ്ച് പോലും ഉണ്ടല്ല പിന്നോട്ട് വന്നിട്ടില്ല, ആ അഭിപ്രായം തന്നെ ഉറച്ചു നിൽക്കുന്നു. അതേസമയം നിന്റെ കുലസി സംഘിനി പേർലിമാണി ഉണ്ടല്ല അന്ന് പറഞ്ഞ അഭിപ്രായം ഉണ്ടല്ല, ആ അഭിപ്രായം മായിച്ചുണ്ടല്ല ഇപ്പൊ വേറെ ഏതോ അഭിപ്രായത്തിൽ എത്തിക്കുന്നു. അതായത് ഞാൻ അന്ന് പറഞ്ഞ അഭിപ്രായം ഞാൻ പറഞ്ഞ പോലെയല്ല നിങ്ങൾ വായിച്ചെന്നും ഞാൻ വായിച്ചതുപോലെയല്ല നിങ്ങൾ പറഞ്ഞെന്നും പറ്റി അങ്ങനെ അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുന്നു നിന്റെ പേർലിമാണി. അതുകൊണ്ട് നട്ടലും നിലപാടും ഇല്ലാതെ നിന്റെ പേർലിമാണിനെയും നട്ടലും നിലപാടുള്ള വിസ്മയ മോഹൻലാലുണ്ടല്ല ഒരു ത്രാസിൽ തൂക്കല്ലട്ടോ നീ. നമുക്കിനി ഈ കുലസി സംഘിനിയുടെ അടുത്തൊരു അഭിപ്രായം കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് കേട്ടിട്ട് വരാം. വൺ സൈഡ് മതേതൃത്വം പോലെ അത്ര കണ്ട് അധപ്പതിച്ചതാണ് നിങ്ങളുടെ വൺ സൈഡ് ജനാധിപത്യം, വൺ സൈഡ് അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ. പേളിമണിയുടെ ഇപ്പോഴത്തെ കമന്റ് ബോക്സ് എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും കേരളത്തിൽ ഇപ്പോൾ എത്രമാത്രം ചീപ്പായിട്ടുള്ള ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന എത്ര സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ലോ ക്ലാസ് മനുഷ്യന്മാരുള്ളത്. ഈ കമന്റുകൾക്കൊക്കെ തേർഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ പോലെ അതിന് പറയാനായിട്ട് വാക്കുകളേ ഇല്ല. ഒരു ഇൻഡിപെൻഡന്റ് വുമൺ അവരുടെ ഒരു അഭിപ്രായം തുറന്നു പറഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരുടെ 2-3 വയസ്സുള്ള പിഞ്ചു പെൺമക്കളുടെ നേരെ പോലും സെക്ഷലി അബ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള കമന്റ് ഇടുന്ന അത്രയും മോശപ്പെട്ട ആളുകളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ചേച്ചി കേരളം മാത്രമല്ല അങ്ങനെയുള്ള സംസ്ഥാനം, ചേച്ചിയുടെ BJP-ക്കാരുടെ സംസ്ഥാനം ഉണ്ടല്ല, ആ സംസ്ഥാനങ്ങൾ മൊത്തം ഉണ്ടല്ല അങ്ങനെയുള്ള സംസ്ഥാനങ്ങളാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലി ഉണ്ടല്ല. വിരാട് കോഹ്ലി ഒരു അഭിപ്രായം BJP സർക്കാരിനെതിരെ ഒരു അഭിപ്രായം പറഞ്ഞതിന് വിരാട് കോഹ്ലിയുടെ പിഞ്ചും മകളെ ഉണ്ടല്ല ആ മകളെ വരെ ബലാത്സംഗം ചെയ്യണമെന്ന് കുറെ ചാണക സംഘങ്ങൾ ഒരു കാലത്തുണ്ടല്ല കുറെ ചാണക സംഘങ്ങൾ ആക്രോശിച്ച് നടന്നത്. അതുകൊണ്ട് ചേച്ചി ഇപ്പം പറഞ്ഞ അഭിപ്രായം ഉണ്ടല്ല സംഘങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം ഉണ്ടല്ല വളരെ കറക്റ്റ് ആണ്. ഇനി ചേച്ചിയുടെ കുറെ ലൈംഗിക വൈകൃതം പിടിച്ച ആൾക്കാരുടെ കഥയൊക്കെ പറയുന്നത് കേട്ടു. ചേച്ചി അങ്ങനെ ലൈംഗിക വൈകൃതം പിടിച്ച ആൾക്കാരൊക്കെ ആണെങ്കിലല്ല BJP വിമർശിക്കുന്ന BJPക്കെതിരെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരല്ലേ അവരുടെ കമന്റ് ബോക്സിൽ പോയി നോക്കണം. ഒന്നും വേണ്ട ചേച്ചി ഉണ്ടല്ല എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് നോക്കിയാട്ടെ, അവിടെ കാണാൻ കഴിയും ലൈംഗിക വൈകൃതം പിടിച്ച കുറെ ചാണക സംഖ്യകളാ ചേച്ചിയുടെ കുറെ ചാണക സംഖ്യകളാ. അവരുണ്ടല്ലോ അവരുടെ മാതാവിനോടും അവരുടെ പെങ്ങന്മാരുടെ ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുണ്ടല്ല ആ കമന്റ് ബോക്സിൽ എന്റെ കമന്റ് ബോക്സിൽ ഉണ്ടല്ല എഴുതിയിട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് എന്നെ കുലസി സംഘിനി ചേച്ചി വേറെ ആളുടെ മുഖത്തേക്ക് ചൂണ്ടിയിട്ടുണ്ടല്ല കുറ്റമറിയും ബാക്കി 4 പേരുണ്ടല്ല അത് ചേച്ചിയുടെ മുഖത്ത് ചേച്ചിയുടെ സംഖ്യയുടെ മുഖത്താണുള്ള സത്യം ഉണ്ടല്ല ആ സത്യം ചേച്ചി തിരിച്ചറിയണം കേട്ടോ. BJPയെ വിമർശിക്കുന്ന സ്ത്രീകളടക്കമുള്ള കുട്ടികളടക്കമുള്ള ആൾക്കാരുടെ വീടിന്റെ അടിയിൽ സംഖ്യയിലിടുന്ന കമന്റ് പെറ്റമ്മയിടില്ല പെറ്റമ്മ പോലും സഹിക്കൂല എന്നെ ചാണക സംഖ്യണി ചേച്ചിയെ. അപ്പോഴെന്തായാലും എല്ലാ ചാണക സംഖ്യകളും ജോയിന്റ് ആയിട്ട് മോഹൻലാലിന്റെ മകള് വിസ്മയ മോഹൻലാലിന്റെ സിനിമയുണ്ടല്ല ആ സിനിമ പൊളിക്കും പരാജയപ്പെടുത്തും എന്ന് പറഞ്ഞ സ്ഥിതിക്കണ്ടല്ല നമ്മൾ മലയാളികളും റെഡിയാണ്. എന്തിനാണെന്നറിയോ ആ സിനിമയിടില്ല മോഹൻലാലിന്റെ മകള് വിസ്മയ മോഹൻലാലിന്റെ ആ സിനിമ തുടക്കം എന്ന സിനിമ അടിപൊളിയാക്കാൻ വേണ്ടി വിജയിപ്പിക്കാൻ വേണ്ടി നമ്മൾ മലയാളികളും റെഡിയാണ് ചേച്ചിയെ. അപ്പൊ തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. എല്ലാ ചാണക സംഖ്യക്കും കുരുപൊട്ടുന്ന എല്ലാ ചാണക സംഖ്യക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.